ഫൈനൽ കട്ട് പ്രോ തുറന്നു കഴിഞ്ഞാൽ ആദ്യം തുറക്കുമ്പം ഏതാണ്ട് ഇതുപോലായിരിക്കും വരുന്നത്. നമ്മൾ സൈഡ് ബാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അൺടൈറ്റിൽഡ് വൺ എന്നൊരു ഫോൾഡർ കാണും. അതിൻ്റെ താഴെയായിട്ട് 2 സബ് ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇനി ഈ ഫോൾഡർ സ്ട്രക്ചർ പഠിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നമ്മൾ ഇനി ഏത് FCP പ്രൊജക്റ്റ് ഉണ്ടാക്കിയാലും ഇതുപോലെ ഇരിക്കും നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം കാണുന്ന ഈ അൺടൈറ്റിൽഡ് വൺ അതാണ് നമ്മളുടെ പേരൻറ്റ് ഡയറക്ടറി. അതിനെ FCP വിളിക്കുന്ന പേരാണ് ലൈബ്രറി എന്ന് വിളിക്കും. ഇനി അതിൻ്റെ താഴെ കാണുന്ന ആ 2 ഫോൾഡേഴ്സ് ഉണ്ടല്ലോ, ആ 2 ഫോൾഡേഴ്സിനെ FCP വിളിക്കുന്ന പേര് ഫോൾഡർ എന്നല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഈവൻറ്റ്സ്. അപ്പോൾ നമ്മൾ പേരൻ്റായിട്ട് റൂട്ടായിട്ടുള്ള ഡയറക്ടറിയുടെ പേര് ലൈബ്രറി എന്നും അതിൻ്റെ താഴെ വരുന്ന ഫോൾഡേഴ്സിൻ്റെ പേര് ഈവൻറ്റ്സ് എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോണത് ഈ ലൈബ്രറിയും ഈവൻറ്റ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി കുറച്ച് വീഡിയോകളിൽ പഠിക്കാൻ പോവാം. അപ്പോൾ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് ഒരു മൂവി ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. പുള്ളി ഒരു വീട് പണിയാണ്. അപ്പോൾ ആ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലേബൽ ചെയ്യണം, നിങ്ങളുടെ പ്രൊജക്റ്റിനെ കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലേബൽ ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നമ്മളുടെ സിസ്റ്റത്തിലൊരു ലേബലിംഗ് സിസ്റ്റം ഉണ്ടാക്കി കാണിക്കുക. ഞാനിപ്പോൾ ഒരു റൂട്ട് ഫോൾഡർ ഉണ്ടാക്കി അതിന് കൺസ്ട്രക്ഷൻസ് എന്ന് പേര് കൊടുത്തു. അതിനകത്ത് 3 ഫോൾഡർ ഉണ്ടാക്കാൻ പോവാം. ഒന്നാമത്തെ ഫോൾഡറിന് ഞാൻ ഫൗണ്ടേഷൻ എന്ന് പേര് കൊടുക്കുക. അതാണല്ലോ ആദ്യത്തെ പണി. ഇനി രണ്ടാമതൊരു ഫോൾഡർ ഉണ്ടാക്കി അതിന് ഞാൻ സ്ട്രക്ചർ എന്ന് വിളിക്കാൻ പോവാം. അതിനുശേഷം ഞാൻ മൂന്നാമതൊരു ഫോൾഡർ ഉണ്ടാക്കുവാണ്, അതിനെ റൂഫിംഗ് എന്ന് വിളിക്കാൻ പോവാം. അപ്പോൾ ഇതാണല്ലോ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ 3 ഭാഗങ്ങളാണ്, ഫൗണ്ടേഷനും സ്ട്രക്ചറും റൂഫിങ്ങും. അപ്പോൾ ഒരു പേരൻറ്റ് ഡയറക്ടറി ഉണ്ട്, അത് കൺസ്ട്രക്ഷൻ. അതിൻ്റെ അകത്ത് 3 സബ് ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സബ് ഫോൾഡറും ഈ പേരൻറ്റിൻ്റെയും ഉദാഹരണം വെച്ചിട്ട് നിങ്ങളെ FCPയിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി FCPയിൽ പോകാം. FCPയിൽ ഇതെങ്ങനെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ FCPയിൽ നമുക്ക് ഓൾറെഡി ഒരു ലൈബ്രറി ഉണ്ട്, അതിനെ വേണം നമുക്ക് റീനെയിം ചെയ്യാൻ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഫയൽ മെനുവിൽ പോയി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഫയലിൽ ന്യൂവിൽ പോയാൽ ലൈബ്രറി എന്നൊരു ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ എന്നുള്ള പേര്, അതായത് ആ പേരൻറ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക. അതെവിടെ വേണമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മൂവീസിലാണ് കിടക്കുന്നത്. അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തേക്ക് അത് മൂവിയിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു ഫോൾഡർ കൺസ്ട്രക്ഷനുമായിട്ട് വന്നു. അതിൻ്റെ അടിയിൽ 2 സബ് ഫോൾഡേഴ്സും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ലൈബ്രറി ഇപ്പോൾ മൊത്തം നമ്മളുടെ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് അൺടൈറ്റിൽഡ് വണ്ണും പിന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്ഷനും, അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ 3 സബ് ഫോൾഡേഴ്സും FCPയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ്റെ അടിയിൽ 2 ഫോൾഡർ ഉണ്ടല്ലോ, അതിൽ ഈ രണ്ടാമത് കാണുന്ന ഫോൾഡറിനെ വേണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. ഒരു സിംഗിൾ ക്ലിക്ക് കൊടുത്താൽ അത് റീനെയിം പൊസിഷനിലേക്ക് വരും. അതിനുശേഷം നമുക്ക് അവിടെ വേണമെങ്കിൽ നമ്മുടെ ഫോൾഡർ നെയിം കൊടുക്കാം. അപ്പം നമുക്ക് ഒന്ന് ഫൗണ്ടേഷൻ എന്നുള്ള ലേബൽ നമ്മളവിടെ കൊടുത്തു. അപ്പോൾ ഒരു ഫോൾഡർ നമ്മൾ റീനെയിം ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോണ ഫയൽ മെനുവിൽ കൂടി കാണിക്കാം. ഇവിടെ ന്യൂവിൽ വന്നാൽ ഈവൻ്റ് ഉണ്ട്. അപ്പോൾ ഈവൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ്റ് നെയിം ചോദിക്കും. നമ്മൾ സെക്കൻഡ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, നമ്മളുടെ സെക്കൻഡ് സ്ട്രക്ചർ. അതിനുശേഷം ചോദിക്കുന്നത് ഇത് ഏത് ലൈബ്രറിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ്. നമുക്കറിയാം നമുക്ക് 2 ലൈബ്രറി ഉള്ളൂ, നമുക്ക് വേണ്ടത് കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന നമ്മളുടെ ലൈബ്രറിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ അടിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത് ഒരു ഫോൾഡറൂടെ അല്ലെങ്കിൽ ഈവൻ്റൂടെ ക്രിയേറ്റ് ചെയ്യണം. അത് കീബോർഡ് ഷോർട്ട് കട്ട് വെച്ച് ചെയ്താലോ. കീബോർഡ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓപ്ഷൻ N ആണ് കീബോർഡ് ഷോർട്ട് കട്ട്. അപ്പം നിങ്ങൾ ഓപ്ഷൻ N പ്രസ് ചെയ്യുക. അപ്പോൾ ഈവൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിൻഡോ വരും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഫോൾഡർ നെയിം അല്ലെങ്കിൽ ഈവൻ്റ് നെയിം കൊടുക്കുക. മൂന്നാമത്തെ ഈവൻ്റ് നമ്മൾ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ അടിക്കുന്നു. അപ്പം 3 ഈവൻ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു സ്മാർട്ട് കളക്ഷൻ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ 3 മെത്തേഡിൽ കൂടിയാണ് ഈവൻ്റുകൾ ക്രിയേറ്റ് ചെയ്ത്. ഒന്ന് നമ്മൾ റീനെയിം ചെയ്ത് പഠിച്ചു, പിന്നെ ഒന്ന് ഫയൽ മെനുവിൽ കൂടി പോയി ചെയ്യാൻ പഠിച്ചു, പിന്നെ ഓപ്ഷൻ N കീബോർഡ് ഷോർട്ട് കട്ട് വെച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ലൈബ്രറി എന്ന് പറയുന്നത് പേരൻ്റ് ആണ്. ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പേരൻ്റ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തതുപോലെ അകത്ത് 3 സബ് ഫോൾഡേഴ്സ് ഉണ്ട്. FCP വരുമ്പോൾ ഫോൾഡർ അല്ല, അതിനെ ഈവൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അതാണ് ലൈബ്രറിയും ഈവൻ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതി, നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള നമ്മളുടെ മീഡിയകൾ.
അപ്പോൾ ഈ പേരിനനുസരിച്ചുള്ള ഫോട്ടോകൾ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതി ലൈബ്രറി ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ലൈബ്രറി കണ്ടോ 4 സ്റ്റാർ ആണ് അതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. എന്നാൽ ഈവൻ്റ് നോക്കിക്കേ, അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സിംഗിൾ സ്റ്റാർ ആണ്. ഇനി ഒരു സംഗതി, ഒരു ലൈബ്രറിയിൽ എത്ര ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ലൈബ്രറിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.